ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേലിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന ഒരു നുത്തോലി പീര പറ്റിക്കലാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് നുത്തോലി മുള്ളെല്ലാം ഉരി വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. കുടംപുളിയാണ് ഞാൻ വെള്ളത്തിയിട്ട് കുതിരാൻ വച്ചിരിക്കുന്നത്. അതുപോലെ പച്ചമുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞിട്ടാൽ മതി. നമുക്ക് ആവശ്യത്തിന് അരിഞ്ഞിടാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഈ ജാറിൽ തന്നെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കറക്ക് മാത്രം മതി, ഒരുപാട് അരിഞ്ഞു പോകരുത്. ഒന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമ്മൾ ഇതും കൂടെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരട്ടെ. അപ്പം നമ്മൾ ഇതിനകത്ത് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും മുളകും ഇഞ്ചിയും കൂടെ ചതച്ചതും തേങ്ങ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി, അതായത് കുടംപുളിയാണ്, അത് ഞാൻ കുതിരാനായിട്ട് ഇട്ട് വെച്ചു. അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അതിൻ്റെ 2 കഷ്ണം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. നമുക്ക് ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഞാൻ അധികം നുത്തോലി മീൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന്, ഒരുപാട് വെള്ളം വേണ്ട, അല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളി ചതച്ചതും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ തൊലിയിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി കീറി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതയ്ക്കണ്ട, കീറി തന്നെ ഇട്ട് കൊടുക്കണം. നമ്മുടെ പീര ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വേണം. അപ്പോൾ നമ്മുടെ പീര മീൻ നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുക്കാം. നമ്മുടെ പീര നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. പീര പറ്റിച്ചതൊരു പാത്രത്തിലോട്ട് കോരാം. അപ്പോൾ നമ്മുടെ പീര മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.